എന്തോ പരിപാടി എന്തുവാ? ഞാനേ ഒരു സർവേ കുക്ക് ചെയ്യാ. എന്താ സ്പെഷ്യൽ? എന്താ? അല്ല, ഇലക്ഷനൊക്കെ വരികയാണല്ലോ, അപ്പൊ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാനുള്ള ഒരു സർവേ. ഓ, അത് ഇവിടെ കുക്ക് ചെയ്തതാ? ആ അതെ അതെ. ആ സർവേക്കകത്ത് ഒരു വിശ്വാസത ഇല്ലാത്തതാണ്. അതായത് കുക്ക് ചെയ്തുണ്ടാക്കിയ സർവേയാണ്. അത് നമുക്ക് വിശ്വാസം. ആ സർവേ അത് വിശ്വസിക്കാൻ കൊള്ളത്തൊന്നുമില്ലെന്നേ. സർവേയിൽ തന്റെ പേരാണ് മുൻനിരയിൽ വന്നതെങ്കിൽ ആ സർവേ വിശ്വസിക്കാമെന്ന മട്ടിലാണ് ചെന്നിത്തല അദ്ദേഹം. അല്ലാണ്ട് തരൂരിന്റെ പേരൊക്കെ ഉയർന്നു വരിക എന്ന് വെച്ചാ അയ്യേ, മോശം, മ്ലേച്ഛകരം. വിദേശ പര്യടനത്തിന് കേന്ദ്ര സർക്കാർ കൂട്ടിക്കൊണ്ട് പോയതിപ്പോ തന്നെ തീരുമാനിച്ചതാണ് ഇനി തരൂരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടിക്കുള്ള ലിസ്റ്റിൽ പോലും തരൂരിന്റെ പേരില്ലായിരുന്നു. അപ്പോഴാ സർവേ ഫലം പോലും. ഇലക്ഷനെ കുറിച്ച് ചർച്ച പോലും ആരംഭിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിക്ക് കുറവൊന്നുമില്ല. അതെ 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 അതെ. ആ പറഞ്ഞ ഡയലോഗ് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. സെറ്റ് അല്ലേ? UDF അധികാരത്തിൽ വന്നാലല്ലേ അത്തരത്തിലൊരു അവസ്ഥ ഉദിക്കുന്നില്ലാത്തത് കൊണ്ട് കാര്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. വിട്ടേര്. നെക്സ്റ്റ് ഡയലോഗ് പ്ലീസ്. ഞങ്ങളുടെ അറിവിൽ അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയാണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടാളികളെക്കാൾ അല്പം ബുദ്ധി കൂടുതലാണ്. അല്ല, ഇനി പുറത്താക്കുക വല്ലതും ചെയ്തോ എന്തോ? മാത്രമല്ല, കോൺഗ്രസിലെ വെള്ളം കോരികളും ഒക്കെ ആയിട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാള് MLA ആർക്കാണോ മുൻതൂക്കമുള്ളത് ആ വ്യക്തി മുഖ്യമന്ത്രി. പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരാനും വിറക് വെട്ടാനും തരൂർ നിൽക്കാത്തത് കൊണ്ട് പുറത്താക്കിയോന്നും പറയാനാകൂലായേ. ഇപ്പൊ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. എന്തോന്ന്? ഇലക്ഷൻ ജയിക്കുക എന്നതോ അതോ മുഖ്യമന്ത്രി കസേര ആർക്കൊക്കെ എന്ന ലിസ്റ്റിൽ അടികൂടി കയറുക എന്നതോ? ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. കേട്ടല്ലോ അല്ലേ? അതുകൊണ്ട് അടി കൂടുന്നവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി കേരളം ഫോക്കസ് ചെയ്ത് കുറച്ച് പ്രച്ഛന്ന വേഷം ഇറക്കേണ്ടി വരും, എന്നാലേ കാര്യമുള്ളൂ. അല്ല, ഇനിയിപ്പോ ഇവരിങ്ങനെ അടികൂടിയാ ഓരോ ജില്ലയ്ക്കും ഓരോ മുഖ്യമന്ത്രി വേണ്ടി വരുമോ? അല്ല, ഇനിയിപ്പോ അങ്ങനെ വേണ്ടി വന്നാൽ തന്നെ അംഗക്കളത്തിലെത്തുമ്പോ പ്രതിപക്ഷം അശുവല്ലേ?